أعوذ بالله من الشيطان الرجيم ولو شئنا لبعثنا في كل قرية نذيرا فلا تطع الكافرين وجاهدهم به جهادا كبيرا وهو الذي مرج البحرين هذا عذب فرات وهذا ملح أجاج وجعل بينهما برزخا وحجرا محجورا وهو الذي خلق من الماء بشرا فجعله نسبا وصهرا وكان ربك قديرا ويعبدون من دون الله ما لا ينفعهم ولا يضرهم وكان الكافر على ربه ظهيرا وما أرسلناك إلا مبشرا ونذيرا قل ما أسألكم عليه من أجر إلا من شاء أن يتخذ إلى ربه سبيلا. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സൂറത്തുൽ ഫുർഖാനിൽ നിന്നും 51 മുതൽക്കുള്ള ഏതാനും ആയത്തുകളാണ് നിങ്ങളെ പാരായണം ചെയ്ത് കേൾപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിലൂടെ കഴിഞ്ഞ ആയത്തിൽ പരാമർശിച്ചതുപോലെ തന്നെ അല്ലാഹുവിൻ്റെ മഹത്തായ ഖുദ്റത്തിൻ്റെ, ശക്തി, മാഹാത്മ്യങ്ങളുടെയൊക്കെ അടയാളങ്ങൾ എടുത്തു പറയുകയായിരുന്നുവല്ലോ. അത് പറയുന്നതിനിടക്ക് അല്ലാഹു തആല പറയുന്ന ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ചും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാവരിലേക്കുമുള്ള ഒരു പ്രവാചകനായിട്ട് അയക്കപ്പെട്ടതാണ് എന്നൊക്കെയുള്ള സൂചനകൾ നൽകുന്ന ആയത്തുകൾ പറഞ്ഞുകൊണ്ട് വീണ്ടും അള്ളാഹുവിൻ്റെ സൃഷ്ടി മാഹാത്മ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ആയത്തുകൾ തന്നെയാണ് വരാൻ പോകുന്നത്. 51, 52 ആയത്തുകളിൽ അള്ളാഹു പറയുന്നത് വലൗ ശിഅ്നാ ലബഅസ്നാ ഫീ കുല്ലി ഖറിയത്തിൻ നദീറാ ഫലാ തുതിഇൽ കാഫിരീന വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറാ. വലൗ ശിഅ്നാ, അല്ലാഹു പറയാണ്, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ. ശാഅ ഉദ്ദേശിച്ചു, ശിഅ്തു ഞാൻ ഉദ്ദേശിച്ചു, ശിഅ്നാ നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, വലൗ ശിഅ്നാ നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, ലബഅസ്നാ നാം നിയോഗിക്കുമായിരുന്നു. ബഅസ അയച്ചു, നിയോഗിച്ചു എന്നൊക്കെ അർത്ഥം. ലബഅസ്നാ നാം നിയോഗിക്കുക തന്നെ ചെയ്യുമായിരുന്നു. ഫീ കുല്ലി ഖറിയത്തിൻ എല്ലാ നാട്ടിലും, ഓരോ നാട്ടിലും നാം നിയോഗിക്കുക തന്നെ ചെയ്യുമായിരുന്നു. നദീറ ഓരോ മുന്നറിയിപ്പുകാരനെ. നദീർ, ബഷീർ സന്തോഷവാർത്ത അറിയിക്കുന്നയാള്, നദീർ മുന്നറിയിപ്പുകാരൻ. ഇവിടെ പറയുന്നത് നമുക്ക് നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, അള്ളാഹു പറയാണ്, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഓരോ രാജ്യത്തിലും
ഓരോ മുന്നറിയിപ്പുകാരനെ, അതായത് പ്രവാചകനെ നാം നിയോഗിക്കുമായിരുന്നു. അങ്ങനെ ചെയ്തിട്ടില്ല. എന്താ വിഷയം? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിക്കപ്പെട്ടത് മക്ക രാജ്യത്തിലേക്ക് മാത്രമല്ല, ആ മക്ക രാജ്യം ഉൾക്കൊള്ളുന്ന അതിൻ്റെ പരിസരത്തുള്ള പ്രദേശങ്ങളും ഹിജാസും അറബ് ലോകവും അറേബ്യൻ രാജ്യങ്ങളിലേക്കും മാത്രമല്ല, എല്ലാ രാജ്യങ്ങളിലേക്കും എല്ലാ ജനങ്ങളിലേക്കും അയക്കപ്പെട്ട മഹൽ വ്യക്തിത്വമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ലിതുൻദിറ ഉമ്മൽ ഖുറ വമൻ ഹൗലഹ, ഉമ്മുൽ ഖുറയിലുള്ള ആളുകളെ നീ മുന്നറിയിപ്പ് താക്കീര് നൽകുവാൻ വേണ്ടി, വമൻ ഹൗലഹ അതിൻ്റെ പരിസരത്തുള്ളവരെയും അതിന് ചുറ്റുമുള്ളവരെയും എന്ന് പറഞ്ഞാൽ മക്കയാണ് ഉമ്മുൽ ഖുറ. ആ ഉമ്മുൽ ഖുറയിലേക്ക് മാത്രം അയക്കപ്പെട്ട നബിയായിരുന്നില്ല മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറിച്ച് അവിടുന്ന് എല്ലാവരിലേക്കുമാണ്. അവിടുത്തോട് തന്നെ സൂറത്തുൽ അഅറാഫിലെ 158-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, ഖുൽ യാ അയ്യുഹന്നാസു ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ. പറയൂ പ്രവാചകരെ, യാ അയ്യുഹന്നാസ്, ഹേ മനുഷ്യരെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, തീർച്ചയായും ഞാൻ നിങ്ങളിലേക്ക് മുഴുവനുമുള്ള റസൂലാണ്. ഞാൻ നിങ്ങളിലേക്ക് എല്ലാവരിലേക്കുമുള്ള റസൂലാണ്. അവിടുന്ന് പറഞ്ഞല്ലോ, ബുഇസ്തു ഇലൽ അഹ്മരി വൽ അസ്വദ്, ഞാൻ കറുത്തവരിലേക്കും ചുവന്ന നിറമുള്ളവരിലേക്കും എല്ലാവരിലേക്കും അയക്കപ്പെട്ട വ്യക്തിത്വമാണ്. മാത്രമല്ല, പ്രവാചകന്മാരിൽ നിന്നും മറ്റു പ്രവാചകന്മാരിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനുള്ള സവിശേഷതകൾ പറയുന്നിടത്ത് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, വകാനൻ നബിയു യുബ്അസു ഇലാ ഖൗമിഹി ഖാസ്സതൻ വബുഇസ്തു ഇലൻ നാസി ആമ്മതൻ. ഓരോ നബിമാരും ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള പ്രവാചക ശൃംഖലകൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഓരോ പ്രവാചകന്മാരും അതാത് കാലത്തുള്ള അവരുടെ നാടുകളിലെ ജനങ്ങളിലേക്ക് മാത്രം നിയുക്തരായിരുന്നു. അങ്ങനെ പ്രത്യേകം നാടുകളിലേക്കും ജനങ്ങളിലേക്കുമൊക്കെ അയക്കപ്പെട്ടവരായിരുന്നു ഓരോ നബിമാരും. എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുറിച്ച് പറഞ്ഞതെന്താണ്? വബുഇസ്തു ഇലന്നാസി ആമ്മതൻ. എന്നാൽ എൻ്റെ നിയോഗം എങ്ങനെയാണ്? മുഴുവൻ ജനങ്ങളിലേക്കുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് മക്കയിലാണ് ഉദയം ചെയ്തത്. അവിടുത്തേക്കുള്ളതോ ആ നാട്ടുകാർക്കുള്ളതോ അക്കാലഘട്ടത്തേക്കുള്ളതോ മാത്രമല്ല, ഖിയാമത്ത് നാൾ വരേക്കുമുള്ള മുഴുവൻ മനുഷ്യർക്കും മുഴുവൻ നാട്ടുകാർക്കും എല്ലാവരിലേക്കും കൂടി അയക്കപ്പെട്ട വ്യക്തിത്വമാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതാണ് ഇവിടെ പ്രത്യേകം എടുത്തു പറയുന്നത്. ഓരോ നാട്ടിലേക്കും അള്ളാഹു ഇങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ, ഇപ്പൊ മക്കയിലാണ് അവിടുന്ന് വന്നത്, ഇതേപോലെ ഓരോ നാട്ടിലും ഇങ്ങനെ ഓരോ നബിനെ ഇങ്ങനെ അയക്കുക. അങ്ങനെ വേണമെങ്കിൽ അള്ളാഹുവിന് ഉദ്ദേശിക്കുന്നെങ്കിൽ അള്ളാഹ്ക്ക് അങ്ങനെ ചെയ്യാമായിരുന്നു. നമ്മുടെ ശിക്ഷയെ താക്കീര് ചെയ്യുന്ന പ്രവാചകന്മാരെ ഓരോ നാട്ടിലേക്കും അള്ളാഹു തആലാക്ക് പ്രത്യേകം വേണമെങ്കിൽ അയക്കാമായിരുന്നു. അള്ളാഹ്ക്ക് അതൊട്ടും പ്രയാസമുള്ള കാര്യമല്ല. പക്ഷേ എല്ലാ നാട്ടിലും എല്ലാ ജനവിഭാഗത്തിനും താക്കീര് നൽകുവാനായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അയക്കുകയാണുണ്ടായത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ധാരാളം വിഷമങ്ങളും പ്രയാസങ്ങളും അതുപോലെയുള്ള പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള ധാരാളക്കണക്കിന് പ്രതിഫലവും അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തേക്ക് വേണ്ടി ഒരുക്കി തയ്യാറാക്കി വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് അല്ലാഹു തആല ഈ ആയത്തിലൂടെ പറയുന്നത്. വലൗ ശിഅ്നാ, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, ലബഅസ്നാ, നാം നിയോഗിക്കുക തന്നെ ചെയ്യുമായിരുന്നു, ഫീ കുല്ലി ഖറിയത്തിൻ, എല്ലാ നാട്ടിലും, നദീറ, ഒരു മുന്നറിയിപ്പുകാരനെ. അപ്പൊ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ചുള്ള വർത്താനാണ്. അല്ലാതെ ആരും തെറ്റിദ്ധരിക്കരുത്. എന്ത്, എല്ലാ നാട്ടിലേക്കും പ്രവാചകന്മാർ വന്നിട്ടില്ലേ? ഖുർആൻ പറയുന്നുണ്ടല്ലോ, വൈമിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ, താക്കീതുകാർ കഴിഞ്ഞു പോയിട്ടില്ലാത്ത ഒരു സമുദായമില്ല. അതും ഇവരും തമ്മിൽ വൈരുദ്ധ്യമല്ല.
അത് കഴിഞ്ഞ കാല നബിമാരെ കുറിച്ചാണ്. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അവിടുത്തേക്ക് എല്ലാ നാട്ടിലേക്കും സർവ്വരാജ്യത്തേക്കുള്ള നബിയാണല്ലോ. അത് വേണമെങ്കിൽ അള്ളാഹ്ക്ക് എന്ത് ചെയ്യാമായിരുന്നു? ഓരോരോ നാട്ടിലേക്ക് ഓരോരോ നബിമാരെ വേണമെങ്കിൽ അള്ളാഹുവിനെ അയക്കാമായിരുന്നു. പക്ഷെ അള്ളാഹു അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. അത് ഈ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ തന്നെ സമ്പൂർണ്ണ ജനങ്ങളിലേക്കുമുള്ള സമ്പൂർണ്ണ വ്യക്തിത്വമാക്കിക്കൊണ്ട് നിയോഗിച്ചിരിക്കുകയാണ്. മാത്രമല്ല അള്ളാഹു പറയാണ്, ആകയാൽ ഫലാ തുതിഇൽ കാഫിരീന വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറാ. ഫലാ തുതിഇൽ കാഫിരീന, ആകയാൽ നീ അവിശ്വാസികളെ അനുസരിച്ചു പോകരുത്. ഫലാ തുതിഇൽ കാഫിരീന, ആകയാൽ അതാഅ യുതീഉ, ഫലാ തുതിഇ, നീ അനുസരിക്കരുത്. ഫലാ തുതിഇ, ആകയാൽ നീ അനുസരിച്ചു പോകരുത്, നീ അനുസരിക്കരുത്. അൽ കാഫിരീന, ഈ സത്യനിഷേധികളെ. സത്യനിഷേധികൾ പലതും നിന്നെക്കുറിച്ച് പറയും. അവര് അതിസംബദ്ധമായിട്ടുള്ള പല രൂപത്തിലുള്ള ആരോപണങ്ങളും അതുപോലെ തന്നെ ഇല്ലാത്ത കളവുകളും ഒക്കെ നിന്നെക്കുറിച്ച് പറയും. അതിലൊന്നും കേട്ട് പതറേണ്ടതില്ല, അവരെ അനുസരിക്കേണ്ടതുമില്ല. വജാഹിദുഹും ബിഹി, വജാഹിദുഹും, നീ അവരോട് സമരം നടത്തിക്കൊള്ളുക. ജാഹദ, സമരം നടത്തി. യുജാഹിദു, അങ്ങനെ സമരം നടത്തുന്നവനാണ് മുജാഹിദ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അള്ളാഹു കൽപ്പിക്കുകയാണ്, വജാഹിദുഹും, നീ അവരോട് സമരം ചെയ്യുക. ബിഹി, ഏതുകൊണ്ട്? ഇതുകൊണ്ട് സമരം ചെയ്യുക. ഏതാ ഈ ഇത്? ഖുർആൻ. ഈ ഖുർആൻ കൊണ്ട് നീ അവരോട് സമരം ചെയ്യുക. എങ്ങനെയുള്ള സമരം? ജിഹാദൻ കബീറ, വലുതായ സമരം. വലുതായ സമരം നടത്തേണ്ടത് ഈ ഖുർആൻ കൊണ്ടാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, വിശുദ്ധ ഖുർആൻ കൊണ്ട് ആണ് ഏറ്റവും വലിയ പോരാട്ടം നടത്താൻ അള്ളാഹുവിൻ്റെ റസൂലിനോട് അള്ളാഹു താല കൽപ്പിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, ആയുധങ്ങൾക്കില്ലാത്ത, മറ്റു ആയുധങ്ങൾക്കൊന്നുമില്ലാത്ത വലിയ ശേഷിയാണ് പരിശുദ്ധ ഖുർആനിനുള്ളത്. നമ്മൾ മനസ്സിലാക്കണം. എന്താ കാരണം? ഏത് കാലഘട്ടത്തിലുമുള്ള ജനതയ്ക്ക് മറുപടി പറയാനാവാത്ത വിധത്തിൽ അവരുടെ വാദങ്ങളുടെ ഓരോ രൂപത്തിലുള്ള വാദങ്ങളെയും അടിമുടി തകർത്ത് തരിപ്പണമാക്കുന്ന വളരെ കൃത്യമായ പ്രമാണങ്ങളും യുക്തികളും ബുദ്ധിപരമായ അവതരണങ്ങളും കൊണ്ട് സമ്പുഷ്ടമാണ് പരിശുദ്ധ ഖുർആൻ. അതിൻ്റെ ഭാഷയുടെ മികവ്, ആശയങ്ങളുടെ തികവ്, അതുപോലെ തന്നെ അതിലടങ്ങിയിട്ടുള്ള മറ്റെല്ലാ കാര്യങ്ങളുടെയും എല്ലാ അർത്ഥത്തിലുമുള്ള അതിൻ്റെ സമ്പൂർണത, എന്ത് ആരൊക്കെ ആരോപണങ്ങൾ പറഞ്ഞാലും അതിനൊക്കെ കൃത്യമായ മറുപടി പറയാൻ കഴിയാവുന്ന നിലക്കുള്ള വളരെ ബുദ്ധിപരമായ സമർത്ഥനങ്ങൾ. അതുകൊണ്ടാണ് ഖുർആനിനോട് വല്ലാത്തൊരു വിഷമം എല്ലാവർക്കും. ഖുർആൻ പഠിച്ചു പോകാതിരിക്കാനാണ് ഏത് കാലഘട്ടത്തിലും ഇസ്ലാമിൻ്റെ ശത്രുക്കൾ കൊണ്ടുപിടിച്ച് ശ്രമങ്ങൾ നടത്താറുള്ളത്. ഇന്നും അത് വളരെ കൂടുതലാണ്. വിശുദ്ധ ഖുർആനെങ്ങാനും ആളുകൾ സമീപിച്ചെങ്കിലോ, ആളുകൾ അതിൻ്റെ യഥാർത്ഥമായ വശങ്ങൾ ഉൾക്കൊണ്ടാലോ അത് തങ്ങളുടെ അടിത്തറ തകർത്ത് കളയും എന്ന് ഏത് ശത്രുക്കൾക്കും എക്കാലത്തും ബോധ്യമാണ്. അതുകൊണ്ട് തന്നെ ഏത് കാലത്തും, ഇക്കാലത്ത് കുറച്ച് കൂടുതലായി, കാരണം ആളുകൾ വിശുദ്ധ ഖുർആനിനെ അതിൻ്റെ ശരിയായ രൂപത്തിലുള്ള അർത്ഥവും ആശയവും ഒക്കെ പഠിക്കുന്നതില്ലെന്ന് ആളുകൾ ഇന്ന് തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടോ അതിനില്ലാത്ത ആശയങ്ങളും ഇല്ലാത്ത അർത്ഥങ്ങളും അത് ഉദ്ദേശിക്കാത്ത തത്വങ്ങളുമൊക്കെ അതിലുണ്ട്, അതൊക്കെയാണ് അതിൽ നിറഞ്ഞു കിടക്കുന്നത് എന്ന് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. എന്തിനാ അതൊക്കെ? ഖുർആനിനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്തിനാ? ഒരാളും ഇനി ഖുർആനിലേക്ക് കടന്നു വരരുത്. ഒരാളും ഇനി ഖുർആനിനെ ഒരു നേർവായന വായിക്കരുത്. ഒരാളും അതിൻ്റെ ആശയങ്ങളെ ശരിയാം വിധം സമീപിക്കരുത്. മറിച്ച് ആദ്യമേ പേടിപ്പിച്ചു വെക്കുക. ഖുർആൻ എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളൊക്കെ കണ്ടിടത്ത് വെച്ച് കൊല്ലാൻ പറയുന്ന ഗ്രന്ഥമാണ്, പരസ്പരം തമ്മിൽ അടിപ്പിക്കുന്ന ഗ്രന്ഥമാണ്, സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന ഗ്രന്ഥമാണ്,
സമൂഹത്തിൽ സ്ത്രീകളെ ആകെ കൂടി തഴഞ്ഞ് അവരുടെ ഒരു പ്രശ്നങ്ങളെയും കണ്ടില്ലെന്ന് നടിക്കുന്ന ജീർണതയുടെ മതമാണ്. അതുപോലെ തന്നെ മനുഷ്യരെ സാമ്പത്തികമായ ഒരു കാര്യങ്ങൾക്കും അനുവദിക്കാതെ എല്ലാം നിഷിദ്ധമാക്കി അവരെ തള്ളിവിടുന്ന ഒരു പ്രത്യേകമായ പിന്തിരിപ്പൻ ഗ്രന്ഥമാണ് എന്നൊക്കെ ഇന്ന് ആളുകളുടെ ഇടയിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ കൊണ്ടുപിടിച്ച് ശ്രമിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് ബോധ്യായില്ലേ? ഇതിനെ ശരിയാം വിധത്തിൽ ആളുകൾ കേൾക്കാനും പഠിക്കാനും സമീപിക്കാനും തുടങ്ങിയാൽ ആളുകളെ ഇത് ഹഠാതാകർഷിക്കുന്ന, അവരുടെ ഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഒരു പ്രത്യേക ശൈലിയും അവതരണവും മികവും തികവുമാണ് ഈ ഗ്രന്ഥത്തിനുള്ളത്. അതുകൊണ്ട് ഇതുപോലത്തെ ഒരു ആയുധം വേറല്ല. അത് ശത്രുവിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഈ ഖുർആനെ തെറ്റിദ്ധരിപ്പിച്ച് ആളുകൾ അതിനോട് അടുക്കാതാക്കാൻ വേണ്ടി നാനാഭാഗത്തു നിന്നും ആളുകൾ ആഗോളതലത്തിൽ തന്നെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ മനസ്സിലായല്ലോ? അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു പറയുന്നത്, വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറാ. നീ അവരോട്, ഈ സത്യനിഷേധികളോട്, ഈ ഖുർആനിനെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെയും ഇസ്ലാം പഠിപ്പിക്കുന്ന കൃത്യമായ മൂല്യങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നിഷേധങ്ങളുടേതായ പലതും സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന ഈ സത്യനിഷേധികളോട് ഈ ഖുർആൻ കൊണ്ട് നീ വലിയ ജിഹാദ് നടത്തൂ നബിയേ. ഇപ്പൊ ഖുർആൻ കൊണ്ടുള്ള ജിഹാദാണ് എക്കാലത്തും ഏറ്റവും വലിയ ആയുധം. മറ്റൊരായുധത്തെക്കാളും ഏറ്റവും മനുഷ്യരെ വല്ലാതെ പിടികൂടുന്നത് ഈ വചനങ്ങളാണ്. കാരണം അത്രമാത്രം അതിനൊരു വശ്യതയുണ്ട്. എന്ത് തന്നെ തെറ്റിദ്ധരിപ്പിച്ചാലും ഖുർആൻ ഒരാള് ആത്മാർത്ഥമായിട്ട് ഈ ഖുർആനിനെ ഒരാൾ സമീപിച്ചു കഴിഞ്ഞാൽ അവനിക്കത് ഉൾക്കൊള്ളാതിരിക്കാൻ കഴിയൂല. അതുകൊണ്ട് തന്നെ ഏത് കാലത്തും നമ്മൾ മനസ്സിലാക്കുക, നമ്മളും സമൂഹത്തെ ജിഹാദ് നടത്തുക എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ജിഹാദ് എന്ന് പറയുമ്പോൾ തന്നെ ആ പദം തന്നെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ജിഹാദികൾ എന്നാ പറയുന്നത് മുസ്ലിമീങ്ങളെ. മുസ്ലിമീങ്ങളെ കുറിച്ചൊന്ന് പലരും പരിചയപ്പെടുത്തുന്നതിന് തന്നെ എന്താ ജിഹാദികള്. എല്ലാ രൂപത്തിലും ജിഹാദ് നടത്തുന്ന, ഇപ്പൊ ഹലാൽ ഫുഡ് ജിഹാദികള്, ഇപ്പൊ പുതിയ പേരാണ്. ഹലാൽ ഫുഡ് എന്ന് പറഞ്ഞപ്പോഴേക്ക് അതാ ഹലാൽ ഫുഡ് ഇറക്കിയിട്ട് അതുകൊണ്ട് ജിഹാദ് നടത്തുകയാണ്. ഇങ്ങനെ ഓരോന്നിന്റെയും പേര് ലവ് ജിഹാദികള്, ഇങ്ങനെ പല പേരിൽ ഇങ്ങനെ ഒക്കെ ജിഹാദ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ്. ജിഹാദികൾ എന്താ ജിഹാദ് എന്ന് മനസ്സിലായിട്ടുണ്ടോ? ജിഹാദ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കിക്കൂടെ, ഖുർആൻ കൊണ്ട് ജിഹാദ് നടത്തുക എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാക്കിക്കൂടെ, ജിഹാദ് എന്ന് പറഞ്ഞാൽ അങ്ങനെ വാളെടുക്കലല്ലാണ്, അതുപോലെ തന്നെ ബോംബെറിയലല്ലാണ്, ആയുധമെടുക്കലല്ലാണ്. ഇത് ആശയ പോരാട്ടമാണ്. ഈ വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ ബോംബാണോ? ഇത് ആയുധമാണോ? ഇത് തോക്കാണോ? എന്താ ഇതുകൊണ്ട് പോരാടാൻ പറയുന്നത്? ഇതിൽ അടങ്ങിയിട്ടുള്ള ആശയങ്ങൾ അത്രത്തോളം മനുഷ്യ മനസ്സുകളെ കീഴടക്കും. അതുകൊണ്ടാണ് ഇത് പഠിക്കണം എന്ന് എപ്പോഴും നമ്മൾ എല്ലാവരോടും പറയുന്നത്. ഇത് പഠിക്കണം. മുസ്ലിമീങ്ങൾക്ക് ഒന്നാമത്തെ ബാധ്യത ഇത് പഠിക്കണം. പക്ഷേ മുസ്ലിമീങ്ങളോട് തന്നെയും പലരും പറഞ്ഞു പരിശുദ്ധ ഖുർആൻ നിങ്ങൾ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിൽ പച്ച മലയാളത്തിൽ എഴുതിവിട്ടു, സാധാരണക്കാര് പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരായത്തിന്റെയും അർത്ഥം പഠിക്കൽ അവർക്ക് യാതൊരു പുണ്യവുമില്ല. എന്തൊരത്ഭുതമാണിത്! നമ്മുടെ കേരളത്തിൽ ഒരു കാലഘട്ടത്തിൽ എഴുതിവിട്ടതാണിത്. നമ്മുടെ നാട്ടിലുള്ള ചില പുരോഹിതന്മാർ പരിശുദ്ധ ഖുർആനിൽ നിന്ന് സാധാരണ ജനങ്ങൾക്ക് ഓതൽ നിർബന്ധമായത് പോലും സൂറത്തുൽ ഫാത്തിഹ മാത്രമാണ്. അതിന്റെ പോലും അർത്ഥം പഠിക്കൽ നിർബന്ധമില്ലെന്ന് മാത്രമല്ല, സുന്നത്ത് പോലുമില്ല. ആലോചിച്ചു നോക്കണം. പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരായത്തിന്റെ പോലും അർത്ഥം പഠിക്കൽ നിർബന്ധമല്ല എന്ന് മാത്രമല്ല, ഒരു പ്രത്യേക പുണ്യം പോലുമില്ല, ഒരു സുന്നത്ത് പോലുമില്ല. നഖം മുറിക്കുന്നത് വരെ കൂലിയുള്ള കാര്യമാണ് ഇസ്ലാമിൽ. മനസ്സിലാക്കണം. അത്ര പോലും പ്രതിഫലമില്ലാത്തൊരു കാര്യമാക്കി പരിശുദ്ധ ഖുർആനിന്റെ പഠനത്തെ ആളുകൾക്കിടയിൽ പരിചയപ്പെടുത്തിയ ഒരു കാലഘട്ടം നമ്മുടെ നാട്ടിൽ കഴിഞ്ഞുപോയി. അന്നും മാലപ്പാട്ടുകളും മൗലിദ് കിതാബുകളും കുപ്പിപ്പാട്ടും പക്ഷിപ്പാട്ടും കുറത്തിപ്പാട്ടും ഒക്കെയായിട്ട് നമ്മുടെ വീടകങ്ങൾ അന്തിമയങ്ങിയാൽ ശബ്ദമുഖരിതമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് കാലം മാറി. ഇന്ന് ഖുർആൻ പഠിക്കണം എന്ന് പലരും പറയുന്നുണ്ട്, ഖുർആനിന്റെ അർത്ഥം പഠിക്കണം, ആശയം പഠിക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് പഠിക്കണം എന്ന് പറഞ്ഞ ആളുകൾ പോലും ഇന്ന് അതിനെ ദുർവ്യാഖ്യാനിക്കുകയാണ്.
അതുകൊണ്ട് സഹോദരങ്ങളെ, സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്, പരിശുദ്ധ ഖുർആനിനെ അല്ലാഹുവിന്റെ റസൂലും സഹാബത്തും മനസ്സിലാക്കിയതുപോലെ കൃത്യമായ നിലക്ക് മനസ്സിലാക്കുവാനുള്ള സംരംഭങ്ങളിൽ നമ്മളെല്ലാവരും ആവേശപൂർവം അണിനിരക്കേണ്ടതുണ്ട്. അങ്ങനെ ഖുർആൻ എന്താണ് പറയുന്നതെന്ന് വളച്ചുകെട്ടലുകളില്ലാതെ, കൂട്ടിച്ചേർക്കലുകളില്ലാതെ, ദുർവ്യാഖ്യാനങ്ങളില്ലാതെ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുകയും എന്നിട്ട് ആ ഖുർആനിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളുടെ മുമ്പിൽ ആർജവത്തോടുകൂടി നിങ്ങൾ മനസ്സിലാക്കിയതല്ല ഖുർആനിലുള്ളത്, ഇതാണ് വസ്തുത എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്ന വിധത്തിൽ വളരെ കൃത്യമായി നമ്മൾ പഠിക്കുകയും പ്രയോഗതലത്തിൽ കൊണ്ടുവരികയും ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആനിനോട് നമ്മൾ കൂറ് പുലർത്തേണ്ടതുണ്ട്, കൂറ് കാണിക്കേണ്ടതുണ്ട്. അപ്പൊ സഹോദരങ്ങളെ, അല്ലാഹു തആല പറയുന്നത് എന്താണ്? ഇസ്ലാമിനെയും ഇസ്ലാമിന്റെ പ്രവാചകനെയും ഖുർആനിനെയും ഒക്കെ അധിക്ഷേപിക്കുന്ന അത്തരത്തിലുള്ള ഈ സത്യനിഷേധികളെ നബിയെ നിങ്ങൾ അനുസരിച്ചു പോകരുത്, മറിച്ച് അവരോട് താങ്കൾ സമരം നടത്തിക്കൊള്ളുക, ബിഹി ഖുർആൻ കൊണ്ട്, ജിഹാദൻ കബീറ, വലുതായ സമരം. അപ്പൊ വലിയ സമരം ഇതുകൊണ്ടാണ്, ആശയ പോരാട്ടമാണ്. അതാണ് ആരോഗ്യപരമായ സംവാദം, ആരോഗ്യപരമായ പോരാട്ടം എന്ന് പറയുന്നത്. അവിടെ ആയുധവും വാളും കുന്തവും തോക്കും കത്തിയും വടിവാളും ഒന്നും കാണൂല. വളരെ കൃത്യമായ ആശയ സംവാദങ്ങൾ, ആശയ വിശദീകരണങ്ങൾ. അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇനി സഹോദരങ്ങളെ, തുടർന്നുകൊണ്ട് അള്ളാഹു മുൻ ആയത്തുകളിൽ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ മടങ്ങുകയാണ്. അതായത് റബ്ബിന്റെ സൃഷ്ടി മഹാത്മ്യങ്ങൾ പറയുകയായിരുന്നുവല്ലോ. മഴ, അതുപോലെ തന്നെ കാറ്റ്, ഇതൊക്കെയാണ് നമ്മൾ കേട്ടത്. ഇനി തുടർന്നുകൊണ്ട് അള്ളാഹു പറയുന്നത് നോക്കൂ. വഹുവല്ലദീ മറജൽ ബഹ്റൈനി ഹാദാ അദ്ബുൻ ഫുറാത്തുൻ വഹാദാ മിൽഹുൻ ഉജാജ് വജഅല ബൈനഹുമാ ബർസഖൻ വഹിജ്റൻ മഹ്ജൂറാ. വഹുവല്ലദീ, വഹുവ അവൻ, ആര്? അല്ലാഹു. വഹുവല്ലദീ, അവൻ എങ്ങനെയുള്ളവനാണ്, അവൻ എങ്ങനത്തവനാണ്? അല്ലാഹു. മറജൽ ബഹ്റൈൻ, മറജ അവൻ അയച്ചു വിട്ടിരിക്കുന്നു, സ്വതന്ത്രമാക്കി വിട്ടിരിക്കുകയാണ്. മറജ അയച്ചു വിട്ടു എന്നാണ് മറജ എന്ന് പറഞ്ഞാൽ അർത്ഥം. എന്തിനെ? അൽ ബഹ്റൈനി, രണ്ട് സമുദ്രങ്ങളെ, രണ്ട് ജലാശയങ്ങളെ, ശക്തമായ ജലങ്ങൾ ഒഴുകുന്ന രണ്ട് ജലാശയങ്ങളെ അവൻ അയച്ചു വിട്ടിരിക്കുന്നു. ഹാദാ അദ്ബുൻ ഫുറാത്ത്, ഇത് അതാ അതിൽ ഒന്ന് അദ്ബുൻ ഫുറാത്തുൻ, നല്ല ശുദ്ധമായ തെളിനീരാണ്. ഒന്നിലുള്ളത് എന്താണ്? അദ്ബാണ്. അദ്ബ് എന്ന് പറഞ്ഞാൽ ശുദ്ധജലം, ശുദ്ധജലം. ഫുറാത്ത് എന്ന് പറഞ്ഞാൽ നല്ല ശുദ്ധമായ തെളിനീരാണ് ഒരു ജലാശയത്തിലുള്ളത്. വഹാദാ മിൽഹുൻ ഉജാജ്, വഹാദാ മറ്റൊന്ന്, അത്, ഹാദാ പറഞ്ഞാൽ ഇത്, ഹാദാ ഇത്. അപ്പൊ ഓരോന്ന് പറയണം. ഹാദാ മിൽഹുൻ വഹാദാ മിൽഹുൻ ഉജാജ്, വഹാദാ ഇത്, മിൽഹുൻ, മിൽഹ് എന്ന് പറഞ്ഞാൽ ഉപ്പ് ജലമാണ്. മിൽഹ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഉപ്പാണ്. മിൽഹുൻ ഉപ്പ്. ഉജാജുൻ കഠിനമായ കയ്പാണ്, അതികഠിനമായ കയ്പുള്ള ഉപ്പ് ജലമാണ് ഒന്ന്. മറ്റേതോ വെരി പ്യുവർ, വളരെ ശുദ്ധമായ നല്ല തെളിഞ്ഞ വെള്ളവുമാണ്, ശുദ്ധജലവുമാണ്. അങ്ങനെയുള്ള രണ്ട് സമുദ്രങ്ങളെ അയച്ചു വിട്ടവനാണവൻ. എന്നിട്ടോ വജഅല ബൈനഹുമാ, അവ രണ്ടിനുമിടയിൽ അവൻ നിശ്ചയിക്കുകയും ചെയ്തു, അവ രണ്ടിനുമിടയിൽ അവൻ ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ബർസഖൻ, ഒരു മറ. ബർസഖ് മറ നമ്മൾ ധാരാളം കേട്ടിട്ടുള്ളൊരു പ്രയോഗമാണത്. ദുന്യാവ്, ബർസഖ്, ആഖിറത്ത്. നമ്മുടെ ഭൗതികമായ ജീവിതം ദുന്യാവ്. ആ ദുന്യാവ് കഴിഞ്ഞാൽ പിന്നെ പരലോകത്തേക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നതിൻ്റെ ഇടക്കുള്ള ഒരു കാലഘട്ടത്തിലുള്ള ജീവിതം, അതാണ് ബർസഖ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ദുന്യാവിന്റെ ആഖിറത്തിന്റെ ഇടക്കുള്ള ഒരു മറ പോലെയാണ്. അപ്പൊ മറ എന്നുള്ളതിനാണ് ബർസഖ് എന്ന് സാധാരണ ഉപയോഗിക്കുന്നത്.
വജഅല ബൈനഹുമാ ബർസഖ, അവ രണ്ടിനുമിടയിൽ അവൻ ആക്കുകയും ചെയ്തിരിക്കുന്നു. എന്തിനെ? ബർസഖൻ, ഒരു മറ അവനാക്കിയിരിക്കുന്നു, ഒരു മറ ഏർപ്പെടുത്തിയിരിക്കുന്നു. വഹിജ്റം മഹ്ജൂറാ, വഹിജ്റം മഹ്ജൂറാ, വളരെ ശക്തമായ ഒരു തടസ്സവും ഏർപ്പെടുത്തിയിരിക്കുന്നു, ഭദ്രമായ ഒരു തടസ്സവും. ഹിജ്ർ എന്ന് പറഞ്ഞാലും ഇവിടെ ഒരു മറ തന്നെയാണ്. മഹ്ജൂറ എന്ന് പറഞ്ഞാൽ അതിശക്തമായ നിലക്കുള്ള ഒരു തടസ്സവും അവൻ ഏർപ്പെടുത്തിയിരിക്കുന്നു എന്ന്. ഇതും ഒരു മഹാ അത്ഭുതത്തിലേക്കാണ് ഇവിടെ സൂചന നൽകിയിട്ടുള്ളത്. സമുദ്രങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്ന 2 ജലാശയങ്ങൾ. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുർ റഹ്മാനിൽ നമുക്ക് കാണാം, മറജൽ ബഹ്റൈനി യൽതഖിയാൻ ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ, മറജൽ ബഹ്റൈനി യൽതഖിയാൻ. മറജൽ ബഹ്റൈനി, 2 ജലാശയങ്ങളെ അവൻ അയച്ചുവിട്ടു. യൽതഖിയാനി, അത് രണ്ടും ഇങ്ങനെ കൂട്ടിമുട്ടിയിട്ടാ പോകുന്നത്. പക്ഷേ ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ, ഒന്ന് മറ്റൊന്നിലേക്ക് അതിക്രമിച്ച് കയറാതെ, ഒന്നൊന്നിനോട് കൂടിക്കലരാതെ തന്നെ അതിങ്ങനെ ഒഴുകയാണ്. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ അത്ഭുതമാണത്! ഇവിടെ എന്താ പറയുന്നത്? സമുദ്രത്തിലേക്ക് തന്നെ, സമുദ്രത്തിന്റെ ഒരു ജലത്തെക്കുറിച്ച് എന്താ പറഞ്ഞത്? ജലാശയത്തെ. ഒന്ന് ഒന്ന് വളരെ ശുദ്ധമായ ശുദ്ധജലമാണ്, തെളിഞ്ഞ ജലമാണ്. അദ്ബ് ശുദ്ധജലം, ഫുറാത്ത് അതിശുദ്ധമായ. വഹാദ മറ്റൊന്ന്, ഇത് മിൽഹുൻ കയ്പ് നിറമുള്ളതാണ്. ഉജാജ് അതികഠിനമായ കയ്പേറിയ വെള്ളമാണ്. അപ്പോൾ ഒന്ന് നമ്മൾ സമുദ്രത്തിലെ ഉപ്പുജലവും മറ്റൊന്ന് നമ്മൾ നദികളിലൂടെ ഒഴുകുന്ന ശുദ്ധജലമാണ് പറയുന്നത്. എന്നിട്ട് ഇത് രണ്ടും കൂടെ എവിടെ ഈ കൂടുന്നത്? സുബ്ഹാനല്ലാഹ്, വളരെ അടുത്ത കാലത്ത് മാത്രമാണ് സമുദ്രത്തിൽ ഇങ്ങനത്തെ ചില അവസ്ഥകളൊക്കെ ഉണ്ട് എന്നൊക്കെ കണ്ടെത്തിയിട്ടുള്ളത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. സമുദ്രത്തെ സംബന്ധിച്ചുള്ള വളരെ കൃത്യമായ ഗവേഷണങ്ങളൊക്കെ അടുത്ത കാലത്തല്ലേ നടന്നിട്ടുള്ളൂ. ആ ഗവേഷണങ്ങളിൽ നിന്നൊക്കെ വളരെ കൃത്യമായി തന്നെ എത്ര അടുത്ത കാലത്ത് ഇതൊക്കെ വികസിച്ചിട്ടുള്ളൂ. ഓഷ്യനോഗ്രഫി എന്ന് പറയുന്ന, സമുദ്രശാസ്ത്രം എന്ന് നമുക്ക് പറയാവുന്ന ആ ഒരു ശാസ്ത്രശാഖ അടുത്ത കാലത്തല്ലേ വികാസം പ്രാപിച്ചിട്ടും കടലിനെ സംബന്ധിച്ചുള്ള അഗാധമായ അതിൻ്റെ ആഴികളിൽ നടക്കുന്ന കാര്യങ്ങളും ഉപരിതലത്ത് നടക്കുന്ന കാര്യങ്ങളും കടലിൻ്റെ അവസ്ഥകളും കടലിൻ്റെ കരഭാഗത്തോടടുക്കുമ്പോഴുള്ള അതിൻ്റെ പ്രത്യേകതയും അതുപോലെ തന്നെ ആഴക്കടലുകളിൽ ഉള്ളോട്ട് ഉൾക്കടലുകളിൽ നടക്കുന്നത് എന്തൊക്കെയാണ് എന്നൊക്കെ വളരെ വിദഗ്ധമായ പഠനങ്ങളൊക്കെ അടുത്ത കാലത്തല്ലേ നടന്നത്. അതിൻ്റെ ആഴങ്ങൾ, സമുദ്രം എന്ന് പറയുന്നത് ഒരു മഹാ അത്ഭുതല്ലേ. ഈ ലോകത്ത് അള്ളാഹുവിൻ്റെ ഭൂമിയുടെ ചെറിയൊരു ശതമാനം മാത്രമല്ലേ കരയുള്ളൂ, ബാക്കി മുഴുവനും സമുദ്രല്ലേ, കടലല്ലേ. കരയിൽ കാണുന്ന എല്ലാ ജീവികളും എത്രത്തോളമുണ്ടോ അതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടിയാണ് കടലിൽ ജീവികൾ എന്നാണ്. അതുപോലെ തന്നെ കരയിൽ കാണുന്നത് പോലെയുള്ള എവറസ്റ്റ് കൊടുമുടിയേക്കാൾ ഉയരമുള്ള വലിയ വലിയ മലകൾ സമുദ്രങ്ങൾക്കിടയിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അഗാധമായ കൊല്ലികൾ, ആഴങ്ങൾ, കരയോടടുത്തിങ്ങനെ അല്പമിങ്ങനെ ആഴത്തിലേക്ക് പോയി കുറെ അങ്ങ് പോയാൽ ഉൾക്കടലിലേക്ക് എത്തുമ്പോൾ പിന്നെ ചെങ്കുത്തായ നിലക്കുള്ള ആഴങ്ങളാണ്, അറ്റമില്ലാത്ത ആഴങ്ങൾ. ആ സമുദ്രത്തിന്റെ അടിയിലൊക്കെ ആഴക്കടലുകൾക്കൊരു പ്രത്യേകതയുണ്ട് എന്നാണ്. വമ്പിച്ച ഇതേപോലെ ആഴങ്ങളിലുള്ള സമുദ്രങ്ങൾക്കുള്ളിലൊക്കെ മുകളിൽ കാണുന്ന തിരമാലയെ അപേക്ഷിച്ച് എത്രയോ ഇരട്ടി അതിശക്തമായ തിരമാലകളാണ് സമുദ്രത്തിന്റെ അന്തർഭാഗത്ത് അടിക്കുന്നത് എന്നാണ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, വലിയ അത്ഭുതമല്ലേ അത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ഔ കളുമാതിൻ ഫീ ബഹരിൽ ലുജ്ജി യഗ്ശാഹു മൗജും മിൻ ഫൗഖിഹി മൗജും മിൻ ഫൗഖിഹി സഹാബ് ളുലുമാതും ബഅ്ദുഹാ ഫൗഖ ബഅ്ദ് ഇദാ അഖ്റജ യദഹു ലം യകദ് യറാഹാ. സൂറത്തുൻ നൂറിൽ അല്ലാഹു പറയുന്നുണ്ട്. മറ്റൊരു കാര്യം അല്ലാഹു പറയുന്നിടത്ത് ഉപമിച്ച് പറഞ്ഞതാണ്, അന്ധകാരത്തെ സംബന്ധിച്ച് പറഞ്ഞിടത്ത്. ഔക ളുലുമാതിൻ ഫീ ബഹരിൻ, സമുദ്രത്തിലുള്ള ഇരുട്ടുകളെ പോലെ. എങ്ങനത്തെ സമുദ്രം? എല്ലാ സമുദ്രത്തിലും അല്ല. ലുജ്ജിയിൻ, ആഴമേറിയ അഗാധമായ ആഴമേറിയ സമുദ്രങ്ങളിൽ.
എന്നിട്ടോ അതിന്റെ അടിയിൽ എന്താ? യഗ്ശാഹു മൗജും മിൻ ഫൗഖിഹി മൗജുൻ മിൻ ഫൗഖിഹി സഹാബ്. അതിശക്തമായ തിരമാലകൾ അതിന്റെ അടിയിൽ, അതിന്റെ മുകളിൽ തിരമാല, അതിന്റെ മുകളിൽ മേഘം. എന്നിട്ട് ളുലുമാത്തുൻ ബഅദുഹാ ഫൗഖ ബഅദ്, അഗാധമായ ഇരുട്ട് സമുദ്രങ്ങൾക്കടിയിൽ, ആഴമേറിയ സമുദ്രത്തിന്റെ അടിയിൽ അഗാധമായ ഇരുട്ട്. എത്രത്തോളം ഇരുട്ട്? ഇദാ ഖറജ യദഹു ലം യകദ് യറാഹാ. ഒരാൾ തന്റെ കൈ പുറത്തേക്കിട്ടാൽ ആ കൈ, സ്വന്തം കൈ പോലും കാണാനാവാത്ത അതിശക്തമായ ഇരുട്ട്. ആരാ ഇതൊക്കെ പറയുന്നത് സഹോദരാ? ആരാ ഇതൊക്കെ പറയുന്നത്? ഈ ആയത്തിൽ പറഞ്ഞതും എന്താണ്? സമുദ്രത്തിലതാ ജലാശയങ്ങൾ രണ്ടും തമ്മിൽ കൂടിച്ചേരാതെ രണ്ടും ഒരുമിച്ചങ്ങനെ ഒഴുകുന്ന ഇടങ്ങളുണ്ട് കേട്ടോ. നദികളിൽ നിന്ന് സമുദ്രത്തിലേക്ക് പോയി ചേരുന്നിടത്ത് നൂറുകണക്കിന്, ആയിരക്കണക്കിന് കിലോമീറ്ററുകളോളം, അതുപോലെ തന്നെ എത്രയോ ആഴങ്ങളിലായി, ആയിരക്കണക്കിന് മീറ്ററുകൾ ആഴങ്ങളിലായി കൊണ്ട് അതിശക്തമായി ശുദ്ധജലം, അതിന്റെ ചൂടും അതിന്റെ സാന്ദ്രതയും ഒക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ സമുദ്രത്തിലെ ഉപ്പുജലത്തോട് ചേരാതെ തന്നെ വേറിട്ട് ഒഴുകുന്നുണ്ട്. ഇതൊക്കെ ശാസ്ത്രം അടുത്ത കാലത്ത് കണ്ടുപിടിച്ച യാഥാർത്ഥ്യങ്ങളാണ്. സമുദ്രത്തിലൂടെ, ഉപ്പുജലത്തിലൂടെ, സാധാരണഗതിയിൽ നമ്മളൊരു പാത്രത്തിൽ ഉപ്പുജലം ഉണ്ടെങ്കിൽ അതിലേക്ക് ശുദ്ധജലം ഒഴിച്ചാൽ പിന്നെ രണ്ടും രണ്ടായിട്ട് നിൽക്കുവോ? വേറെ ആയിട്ട് നിൽക്കുവോ? പിന്നൊക്കെ ഉപ്പുജലല്ലേ? നേരെ മറിച്ച് സമുദ്രത്തിലേക്ക് ചില നദികൾ സംഗമിക്കുന്നിടത്ത്, ചില സമുദ്രങ്ങളിലേക്ക് ചില നദികൾ സംഗമിക്കുന്നിടത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആ ദൃശ്യങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള നദികളുടെ ഒഴുക്കുകളെ, ചിത്രങ്ങളൊക്കെ ഇന്ന് നമുക്ക് യൂട്യൂബുകളിലൊക്കെ കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ഒഴുക്കുകൾ പല കളറുകളിൽ, ഒരു ഭാഗത്ത് ഒഴുകുന്നത് ഉപ്പുജലമാണെങ്കിൽ ഒരു ഭാഗത്ത് ഒഴുകുന്നത് ശുദ്ധജലമാണ്. എന്താ ഇത് രണ്ടും തമ്മിൽ കൂടിച്ചേരാതെ? അവിടെയാണ് അള്ളാഹു അത്ഭുതം സൃഷ്ടിച്ചിരിക്കുന്നത്. വജഅല ബൈനഹുമാ ബർസഖാ ഹാദാ അദ്ബുൻ ഫുറാത്ത്. ഒന്ന് നല്ല ശുദ്ധമായ ജലമാണ്. വഹാദാ മിൽഹുൻ ഉജാജ്. ഒന്ന് അതികഠിനമായ കൈപ്പേറിയ വെള്ളവുമാണ്. എന്നിട്ടോ വജഅല ബൈനഹുമാ, അവ രണ്ടിനുമിടയിൽ അവൻ നിശ്ചയിച്ചിരിക്കുന്നു, ഏർപ്പെടുത്തിയിരിക്കുകയാണ് ബർസഖാ, ഒരു മറ, വഹിജ്റൻ മഹ്ജൂറാ, വളരെ ശക്തവും ഭദ്രവുമായ ഒരു തടസ്സം അവ രണ്ടുമിടയിൽ ചേരാതെ, ഒന്നിച്ചു ചേരാതിരിക്കാൻ വേണ്ടി റബ്ബ് നിശ്ചയിച്ചിട്ടുണ്ട്. എന്താണ് ആ ഉപ്പുജലവും അതുപോലെ തന്നെ ശുദ്ധജലത്തിന്റെ ഇടയിലുള്ള മറ എന്താന്ന് അല്ലാഹു അഅലം. എന്തോ ഒരു മറ, ഒരു മൂന്നാമത്തെ ഒരു മറ അവിടെ ഉണ്ട്. ഇത് രണ്ടും അല്ലാത്തൊരു മറ അതിന്റെ ഇടക്കുണ്ട് എന്നാണല്ലോ അല്ലാഹു പറയുന്നത്. വജഅല ബൈനഹുമാ ബർസഖാ, അതാണല്ലോ റഹ്മാനിലും പറഞ്ഞത്, മറജൽ ബഹ്റൈനി യൽതഖിയാൻ ബൈനഹുമാ ബർസഖുൽ ലാ യബ്ഗിയാൻ. അത്ഭുതമാണ്. അതുപോലെ സമുദ്രത്തിന്റെ ഉള്ളിൽ, ഇതിപ്പോ ഈ സമുദ്രത്തിലേക്ക് സംഗമിക്കുന്നിടത്ത് മാത്രമൊന്നല്ലാന്നാണ്. ആഴക്കടലുകളിൽ, ഉൾക്കടലുകളിൽ പോയാൽ കടലിലൂടെ സഞ്ചരിച്ചിട്ടുള്ള നാവികന്മാർക്കും അതുപോലെ തന്നെ കടലിലൂടെ ധാരാളമായി പരിചയമുള്ള ആളുകൾക്കും അറിയാവുന്ന ചില സ്ഥലങ്ങളുണ്ട് എന്നാ പറയുന്നത്. നമുക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നുണ്ടോ? സമുദ്രത്തിന്റെ ചില ഭാഗങ്ങളിൽ, ആഴങ്ങളിലേക്ക് പോയാൽ അവിടെ ശുദ്ധജലം കിട്ടുന്ന ഏരിയകളുണ്ട്. അങ്ങനെ മാസങ്ങളോളമൊക്കെ സമുദ്രത്തിലൂടെ സഞ്ചരിക്കുന്ന യാത്രക്കാര് അവരുടെ സഞ്ചാരത്തിന് ആവശ്യമായ ഭക്ഷണവും ശുദ്ധജലവും ഒക്കെ കരയിൽ നിന്ന് കൊണ്ടുപോയി തീർന്നു കഴിഞ്ഞാൽ അവർക്കറിയാവുന്ന ഇടങ്ങളിൽ മുങ്ങിയിട്ട് അവിടെ നിന്ന് ശുദ്ധജലം ശേഖരിക്കാറുണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ ചരിത്രത്തിൽ വായിക്കാണ്. നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ? അങ്ങനത്തെ ചില സംവിധാനങ്ങൾ ഉണ്ട് എന്ന്, കടലിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്ന്. എന്താ ഇത് രണ്ടും തമ്മിൽ ചേരാതെ നിർത്തി തരുന്നത് ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല. സഹോദരങ്ങളെ, നിങ്ങൾക്കറിയാമോ, ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ് വായിച്ച് കേൾപ്പിച്ചില്ലേ, ഈ സമുദ്രത്തിന്റെ അഗാധമായ ആഴങ്ങളിലുള്ള ശക്തമായ തിരമാല. ആ തിരമാലയെ കുറിച്ച് നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്ക്. അതിനെ സംബന്ധിച്ച് എഴുതിയിട്ടുള്ള, സമുദ്ര ഗവേഷണം നടത്തിയിട്ടുള്ള ആളുകൾ പറയുന്നത് എന്താണെന്നറിയോ? സമുദ്രത്തിന്റെ അന്തർഭാഗത്ത് എത്രയോ കിലോമീറ്ററുകൾക്കുള്ളിൽ നടക്കുന്ന ആ തിരമാല
കരയിലെ തിരമാലയെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ, അടിയിലുള്ള തിരമാലയെ അപേക്ഷിച്ച് കരയിൽ ഈ അടിക്കുന്ന തിരമാല ഉണ്ടല്ലോ, കടലിന്റെ പുറത്തടിക്കുന്ന തിരമാല, അതൊന്നുമല്ല എന്നാ പറയുന്നത്. അതൊന്നുമല്ല, അതൊരു തിരമാല എന്നൊന്നും പറയാൻ മാത്രമല്ല. ഏത് ഇവിടെ കരയിൽ അടിക്കുന്ന അതിശക്തമായ തിരമാല പോലും അതിനെ അപേക്ഷിച്ചതൊന്നുമല്ല. അപ്പൊ എത്ര ഊക്കോടെ അവിടെ തിരമാലകൾ സമുദ്രത്തിനടിയിൽ അടിക്കുന്നുണ്ട്. അതാ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് മൗജും മിൻ ഫൗഖിഹി മൗജും മിൻ ഫൗഖിഹി സഹാബ്. കണ്ടോ, ഒന്നിനു മീതെ ഒന്നായിട്ട് നമ്മളൊരു തിരയില്ലാതെ കാണുന്നുണ്ടോ? അപ്പൊ എന്താണ് ഈ അത്ഭുതം? ആരാണിതൊക്കെ പറഞ്ഞു തരുന്നത്? അവിടേക്ക് മടങ്ങ് സഹോദര, ഇത് കേൾക്ക്, ഇത് ചിന്തിക്ക്. ആരാ ഇത് ഓതിത്തരുന്നത്? മക്കയിൽ ഭൂജാതനായ, എഴുത്ത് അറിയാത്ത, അക്ഷരജ്ഞാനമില്ലാത്ത, സ്വന്തം പേരെഴുതാൻ അറിയാത്ത മഹാനായ ഉമ്മിയായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാ? അവിടുന്ന് ഒരു കടൽ യാത്ര ചെയ്തിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. അള്ളാന്റെ റസൂൽ ഒരു സമുദ്രത്തിൽ യാത്ര ചെയ്തിട്ടില്ല. എന്നാലോ സമുദ്രം കണ്ടിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമുദ്രം നേർക്കുനേരെ അവിടുന്ന് കണ്ടിട്ടുണ്ട്, ഈ ഭൂമിയിൽ വെച്ച് അവിടുന്ന് കണ്ടിട്ടുണ്ട് എന്നുള്ളതിന് പോലും നമുക്ക് ഹദീസുകളിൽ തെളിവില്ല. ഒരു സമുദ്രത്തിൽ യാത്ര ചെയ്തിട്ടില്ലാത്ത, അത് കണ്ടു എന്ന് പോലും ചരിത്രത്തിൽ കൃത്യമായിട്ട് നമുക്ക് രേഖയില്ലാത്ത മഹാനായ ഒരു വ്യക്തിത്വം എത്രയോ കാലങ്ങളോളം സമുദ്രത്തിൽ ഗവേഷണം നടത്തിയാൽ പോലും കണ്ടെത്താൻ അടുത്ത കാലത്തുള്ളവർക്ക് മാത്രം അടുത്ത കാലത്ത് സാധിച്ചിട്ടുള്ള കാര്യം, എത്രയോ സംവത്സരങ്ങൾക്ക് മുമ്പ് മഹാനായ ഒരു വ്യക്തിത്വം കടൽ യാത്ര നടത്തിയിട്ടില്ലാത്തൊരു വ്യക്തിത്വം വിളിച്ചു പറയുന്നു. ഇതുപോരെ വിശുദ്ധ ഖുർആൻ അമാനുഷിക ഗ്രന്ഥമാണ്, ദൈവീകമാണ്, അല്ലാഹുവിങ്കൽ നിന്ന് അവതീർണമായതാണ്. തൻസീലും മിൻ ഹകീമിൻ ഹമീദ്, ഹകീമും ഹമീദുമായ അല്ലാഹുവിങ്കൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണ്. തൻസീലും മിർ റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനിൽ നിന്ന് അവതീർണമായ ഗ്രന്ഥമാണിത്. എന്നിട്ടാണ് ഇന്ന് പലരും പറയുന്നത് മുഹമ്മദ് പിച്ചും പേയും പറഞ്ഞതാണ്, മുഹമ്മദ് ഏതൊക്കെയോ യാത്രയിൽ പകർത്തി കോപ്പി അടിച്ചതാണ്, ആരൊക്കെയോ പറയുന്നത് കേട്ട് പറഞ്ഞതാണ്, അല്ലേ? എന്തൊക്കെയാ പറയുന്നത്? ബാലിശമായ വാദങ്ങൾ. ഫ്രഞ്ചുകാരനായ ഒരു നാവികൻ വിശുദ്ധ ഖുർആനിലെ ഈ വചനങ്ങൾ കേട്ടപ്പോ അദ്ദേഹം ചരിത്രം പരതീനാണ് പറയപ്പെടുന്നത്. ചരിത്രം പരതീൻ. ഏത്? ഞാൻ നേരത്തെ പറഞ്ഞ ആഴിക്കടിയിലെ അതിശക്തമായ തിരമാലകളെ കുറിച്ചുള്ള പ്രയോഗവും അതുപോലെ തന്നെ ഇതേപോലെയുള്ള വചനങ്ങളുമൊക്കെ ഒരു ഫ്രഞ്ച് കപ്പിത്താൻ അമുസ്ലിം വായിച്ചപ്പോ അയാൾ ചരിത്രം പരതീനാണ് പറയപ്പെടുന്നത്. നബിചര്യയിൽ എവിടെയെങ്കിലും മുഹമ്മദ് കടൽ യാത്ര ചെയ്തതായിട്ടുണ്ടോന്ന് ഇല്ല എന്ന് മനസ്സിലായി അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരാൻ കാരണം സൂറത്തുൻ നൂറിലെ ഈ ആയത്തുകളായിരുന്നു എന്നാണ് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആലോചിച്ച് നോക്കണം. നമുക്കാർക്കെങ്കിലും അങ്ങനെ ഒരു ചിന്ത പോയോ? നമ്മളൊക്കെ സൂറത്തുൻ നൂർ, ഈ ശക്തമായ തിരമാല, അതിൻ്റെ അകത്തൊരു തിരമാല, വേറെ കഠിനമായ ഇരുട്ട് എന്നൊക്കെ, അതേപോലെ തന്നെ ഇങ്ങനെ സമുദ്രത്തിലൂടെ ഇങ്ങനെ വേറെ ഒന്നും ചേരാതെ ഉപ്പുജലവും ഇതൊക്കെ ഒരുമിച്ച് ഒഴുകുന്നു, എന്നാൽ ഇട കലരുന്നില്ല, ശക്തമായ മറയിൻ്റെ ഇടക്കുണ്ട്. നമ്മൾ ആരെങ്കിലും ഇന്നേ വരെ ചിന്തിച്ചോ? അതാ വിശുദ്ധ ഖുർആനിന്റെ പ്രത്യേകത. മുഹമ്മദ് ഒരു നാവികനായിരുന്നോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഒരാള്. ഈ ആയത്തുകളൊക്കെ കേട്ടപ്പോ ഒരു ശാസ്ത്രജ്ഞൻ ചോദിച്ചു എന്നാണ്, മുഹമ്മദ് ഒരു നാവികനായിരുന്നോ എന്ന്. അള്ളാന്റെ റസൂലിനെ കുറിച്ച് അദ്ദേഹത്തിന് അറിയില്ല, പക്ഷെ അദ്ദേഹം ചോദിച്ചു എന്നാണ്, മുഹമ്മദ് ഒരു നാവികനായിരുന്നോ എന്ന്. കാരണം ഒരു നാവികനെ പോലും മനസ്സിലാക്കാനാവാത്ത അഗാധമായ അറിവുകളാണല്ലോ സമുദ്രത്തെക്കുറിച്ച് ഈ പറഞ്ഞിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അതാണ് റബ്ബ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇതൊക്കെ അത്ഭുതല്ലേ? ഇതൊക്കെയാണ് കണ്ണും ചിമ്മിയിട്ടാണ് നിഷേധിക്കുകയാണല്ലോ. ഒരു യുക്തിയുമില്ലാത്ത യുക്തിവാദികളും ഇതിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി എല്ലാ വിധത്തിലുള്ള ശ്രമങ്ങളാലും രാപ്പകലില്ലാതെ ഓടി നടക്കുന്ന എല്ലാ കുബുദ്ധികളും ഇവയൊക്കെ കുറിച്ചൊക്കെ കണ്ണടച്ച് ഇരുട്ടാക്കുകയല്ലേ ചെയ്യുന്നത് വാസ്തവത്തിൽ. സഹോദരങ്ങളെ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എന്നിട്ട് വളരെ ഗൗരവത്തോടുകൂടെ ഇതിൻ്റെയൊക്കെ പ്രാധാന്യം നമ്മൾ ഉൾക്കൊണ്ട് സമൂഹത്തിന് ഇതൊക്കെ എത്തിച്ചു കൊടുക്കണം. തീർന്നില്ല. തുടർന്നുകൊണ്ട് അല്ലാഹു പറയുന്നു, ഹുവല്ലദീ ഖലഖ മിനൽ മാഇ ബശറൻ ഫജഅലഹു നസബൻ വസിഹ്റാ വകാന റബ്ബുക ഖദീറാ. ഇനിയും അല്ലാഹു അവന്റെ സൃഷ്ടി വൈഭവം പറയുന്നു. വഹുവ, അവൻ
അവൻ പറഞ്ഞാൽ അവൻ തന്നെയാണ്. ആരെ? അല്ലദീ, എങ്ങനെയുള്ളവനാണവൻ? ഖലഖ, അവൻ സൃഷ്ടിച്ചവനാണ്, സൃഷ്ടിച്ചിരിക്കുന്നു. മിനൽ മാ, ഈ വെള്ളത്തിൽ നിന്ന്, വെള്ളത്തിൽ നിന്ന്, ജലത്തിൽ നിന്ന് അവൻ സൃഷ്ടിച്ചു. ആരെ? ബശറൻ, മനുഷ്യനെ. ബശർ, മനുഷ്യൻ. എന്നിട്ടോ ഫജഅലഹു, എന്നിട്ടവനെ അവൻ ആക്കി, ഈ മനുഷ്യനെ അവനാക്കി, നസബൻ, വംശബന്ധങ്ങൾ അവന് നൽകി. നസബ് കുടുംബബന്ധം, വംശബന്ധം എന്നൊക്കെ പറയാം. വസിഹ്റ, വൈവാഹിക ബന്ധവും ഉള്ളവനാക്കി. കണ്ടോ, മനുഷ്യൻ ഇവിടെ ആണും പെണ്ണുമായിട്ട് പെറ്റ് പെരുകാൻ ഇവിടെ റബ്ബ് ഒരുപാട് സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തി. ഇവിടെ ആദിമ മനുഷ്യനായ ആദം നബിയെ സൃഷ്ടിച്ചു, പിന്നെ ഹവ്വായിനെ സൃഷ്ടിച്ചു, പിന്നെ അവരുടെ തലമുറയായിട്ട് ഇപ്പൊ ഏതെല്ലാം വിഭാഗത്തിലേക്ക് ആളുകൾ മാറി, എത്ര നിറം, എത്ര ജാതി, എത്ര നാട്ടുകാര്, എത്ര രൂപത്തിലുള്ള വർണ്ണം, എത്ര ഭാഷ, പല വിധത്തിൽ, പല കുടുംബങ്ങൾ, പല ഗോത്രങ്ങൾ ഒക്കെ ആക്കിയില്ലേ? ഇതൊക്കെ റഹ്മാനായ റബ്ബിന്റെ അത്ഭുതകരമായ പ്രവർത്തനങ്ങളാണ്. കണ്ടോ, വകാന റബ്ബുക ഖദീറ, വകാന റബ്ബുക, നിന്റെ രക്ഷിതാവ് ആയിരിക്കുന്നു, ഖദീറ, സർവത്തിനും കഴിവുള്ളവനാകുന്നു. രക്ഷിതാവായ റബ്ബിന് എല്ലാത്തിനും കഴിയും. അല്ലാഹുയുടെ മനുഷ്യനെ ജലവംശത്തിൽപ്പെട്ട ഒരു പ്രത്യേക ഇനാണല്ലോ മനുഷ്യന്റെ ബീജം. മനുഷ്യനെ അല്ലാഹു വെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ഇവിടെ മനുഷ്യന്റെ സൃഷ്ടിപ്പ് നുത്ഫയിൽ നിന്നാണല്ലോ, ഒരു ഇന്ദ്രിയ തുള്ളി, വെള്ളത്തിന്റെ ഒരു പ്രത്യേക ഇനമാണല്ലോ മനുഷ്യന്റെ സ്പേം. അപ്പൊ അതിൽ നിന്നാണ് മനുഷ്യനെ അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. വഹുവല്ലദീ ഖലഖ മിനൽ മാഇ, ജലത്തിൽ നിന്ന് മനുഷ്യനെ അവൻ സൃഷ്ടിച്ചു. ബശറൻ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നിട്ടോ ഫജഅലഹു, അവനെ ആക്കി, നസബൻ, രണ്ട് വിധത്തിൽ. മനുഷ്യന്മാര് തമ്മിൽ സ്ഥിര ബന്ധം ഉണ്ടാവൽ രണ്ട് വിധത്തിലാണ്. ഇപ്പൊ മനുഷ്യന്മാരൊക്കെ വ്യത്യസ്തങ്ങളായ കുടുംബങ്ങളിലൊക്കെ ജനിച്ചാലും പിന്നെ മനുഷ്യന്മാര് പരസ്പരം ഇങ്ങനെ ബന്ധം സ്ഥാപിക്കും. അതെങ്ങനെ ബന്ധം ഉണ്ടാവല്? ഒന്ന് രക്തബന്ധം. രക്തബന്ധം എന്ന് പറഞ്ഞാൽ പ്രസവിച്ചതിന്റെ പേരിലുള്ള ബാപ്പ വഴിക്കുള്ള, ഉമ്മ വഴിക്കൊക്കെയുള്ള ബന്ധങ്ങൾ. അങ്ങനെ ഒരു കുട്ടിയായിട്ട് നമ്മൾ ജനിച്ചു വീഴാണ്. അന്ന് നമുക്ക് വേറെ ബന്ധങ്ങളൊന്നുമില്ല. അന്ന് ആ രക്തബന്ധത്തിന്റെ ബന്ധം മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ആള് വളർന്നിങ്ങനെ വലുതായി വിവാഹപ്രായമെത്തി അദ്ദേഹം വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ, ആണാവട്ടെ പെണ്ണാവട്ടെ, ഒരു കല്യാണം കഴിഞ്ഞാലോ അപ്പൊ സിഹിറുമായി. സിഹിർ എന്ന് പറഞ്ഞാൽ എന്താ? സ്വാദ് സിഹിറല്ല, സിഹിർ. സിഹിർ എന്ന് പറഞ്ഞാൽ വൈവാഹിക ബന്ധം. അപ്പൊ രണ്ട് വിധത്തിലുള്ള ബന്ധങ്ങളാ. ഒന്ന് രക്തബന്ധം, ഒന്ന് വിവാഹബന്ധം. ഇത് രണ്ടിലൂടെയും മനുഷ്യന്മാർ തമ്മിൽ എന്താക്കും? ബന്ധുക്കളായിട്ട് മാറും. ഒന്ന് രക്തബന്ധം, അതായത് നമ്മുടെ ബാപ്പ വഴിക്കുള്ള കുടുംബങ്ങളൊക്കെ നമ്മൾ അങ്ങനെ രക്തബന്ധത്തിലായിട്ട് കൂട്ടുന്നു. പിന്നെ ഉമ്മ വഴിക്ക്, ഉമ്മ ബാപ്പ വഴിക്കൊക്കെ ഉള്ള ബന്ധങ്ങള്. മറ്റൊന്ന് വിവാഹബന്ധം. നമ്മൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ തികച്ചും അന്യരായ ഒരു വീട്ടിൽ നിന്ന് നമ്മൾ കല്യാണം കഴിക്കുകയാണ്. പിന്നെ ആ ഭാര്യയുടെ ഉമ്മ നമ്മുടെ ഉമ്മയുടെ സ്ഥാനത്ത്, ഭാര്യയുടെ ഉപ്പ നമ്മുടെ ഉപ്പയുടെ സ്ഥാനത്ത്. ഇങ്ങനെ വിവാഹബന്ധത്തിലൂടെ ബന്ധങ്ങള്, അതുപോലെ തന്നെ രക്തബന്ധത്തിലൂടെയുള്ള ബന്ധങ്ങൾ, ഇങ്ങനെയൊക്കെ മാനവ സമൂഹത്തിൽ ഒരുപാട് ബന്ധങ്ങൾക്ക് കൂട്ടിയിണക്കുവാനുള്ള സംവിധാനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആണ് ഏർപ്പെടുത്തിയത്. അങ്ങനെ മനുഷ്യരെ പരസ്പരം ബന്ധുക്കളാക്കി മാറ്റി. ഇതൊക്കെ വലിയ ദൃഷ്ടാന്തമാണ്. വകാന റബ്ബുക ഖദീറ, നിന്റെ റബ്ബ് എല്ലാത്തിനും കഴിവുള്ളവനാകുന്നു. അപ്പൊ ഈ അർത്ഥത്തിലൊക്കെ മാനവ സമൂഹത്തിന്റെ ഉയർച്ചയിലും വളർച്ചയിലും അവൻ പെറ്റുപെരുകിയതിലും ഇവിടെ പല ഗോത്രങ്ങളും അതുപോലെ തന്നെ പല വംശങ്ങളും അങ്ങനെയുള്ള പലവിധത്തിലുള്ള സംവിധാനങ്ങളിലൂടെ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ് മാനവ സമൂഹം. എല്ലാം റഹ്മാനായ റബ്ബിന്റെ പ്രത്യേകമായ അവന്റെ വൈഭവം, സൃഷ്ടി വൈഭവം തന്നെയാണ്, അവന്റെ മഹത്വം തന്നെയാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഒരേ ഒരു ശക്തിയായ അല്ലാഹുവാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട്, മറ്റാർക്കും ഇതിൽ യാതൊരു രൂപത്തിലുള്ള സ്വാധീനമോ കൈകടത്തലോ ഉണ്ടായിട്ടില്ല, സാധ്യവുമല്ല എന്ന് അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് റഹ്മാനായ റബ്ബിലേക്ക് മാത്രം നമ്മുടെ ഇബാദത്തിന്റെ, ആരാധനയുടെ മുഴുവൻ തലങ്ങളും, പ്രാർത്ഥനകൾ മുഴുവനും അല്ലാഹുവിനോട്, നേർച്ച വഴിപാടുകൾ മുഴുവനും അവന് വേണ്ടി, അവന്റെ പേരിൽ മാത്രം ബലിയെറുക്കുക, അവന്റെ പേരിൽ മാത്രം ആണയിട്ട് സത്യം ചെയ്യുക, ഇങ്ങനെയുള്ള സർവ്വകാര്യങ്ങളിലും അവനിൽ മാത്രം ഭരമേൽപ്പിക്കുക.
എല്ലാം നമുക്ക് വിധിക്കുന്നത് അവനാണ്. അവനെക്കൊണ്ടേ എനിക്ക് എല്ലാ അർത്ഥത്തിലും രക്ഷ നേടാൻ കഴിയൂ, ഉപദ്രവത്തിൽ നിന്ന് മോചനം നേടാനും കഴിയുകയുള്ളൂ എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ തവക്കുൽ ബോധം ഊട്ടിയുറപ്പിക്കുക. അങ്ങനെ അവനെ നന്നായി അറിഞ്ഞ് കൂടുതൽ അവനെ തൃപ്തിപ്പെടുത്തുക, അവൻ വിരോധിച്ച മാർഗങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുക. ഇതിനാണ് അള്ളാഹു അവന്റെ ഈ സൃഷ്ടി മാഹാത്മ്യങ്ങളും കുദറത്തുകളുമൊക്കെ ധാരാളമായി നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഗുണപാഠം ഉൾക്കൊള്ളുക, ശുദ്ധ ഖുർആനിൽ നിന്ന് കൃത്യമായി ആശയം ഉൾക്കൊണ്ട് ജീവിതത്തെ നന്നാക്കി തീർക്കുന്ന നല്ലവരിൽ നമ്മെ ഓരോരുത്തരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ പാപങ്ങളും തെറ്റുകുറ്റങ്ങളും അള്ളാഹു പൊറത്തു തരുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ രോഗികൾക്ക് അള്ളാഹു പരിപൂർണമായും ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാ സജ്ജനങ്ങൾക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.